കോൺട്രാക്ട് മാരേജ് ഭാഗം 90. ലാബിനുള്ളിലെ ഒഴിഞ്ഞ ചെയറിലേക്കിരിക്കുമ്പോൾ അവളുടെ ദേഹം തളരുന്നുണ്ടായിരുന്നു. എത്രയും വേഗം റിസൾട്ട് എന്താണെന്ന് ഒന്നറിഞ്ഞാൽ മതിയെന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. വല്ലാത്ത പിരിമുറുക്കത്തോടെ കൈ രണ്ടും കൂട്ടിത്തിരുമ്മി ഇരുന്നിട്ടിരിപ്പുറയ്ക്കാത്തതുപോലെ അവൾ ചുറ്റിനും നോക്കുന്നുണ്ട്. റിസൾട്ട് അറിയാൻ കുറച്ച് സമയം എടുക്കുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിലും ഇടയ്ക്കൊന്ന് കയറി ചോദിക്കാൻ മനസ്സ് പറഞ്ഞെങ്കിലും പിന്നെയും മടിച്ചിരുന്നു. ഇതിനോടകം ശിവേട്ടൻ കുറേ തവണ വിളിച്ചു കാണും. അറിയുന്നത് എന്താണെങ്കിലും അത് പറയാനേ ഇനി ഫോൺ എടുക്കൂ. ആഗ്രഹത്തേക്കാൾ ഇതിപ്പോൾ തൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഒരു പക്ഷേ അന്ന് തൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നാൽ ഇത്രയും ഭയം തോന്നില്ലായിരുന്നു ഈ കാര്യത്തിൽ. ഇതിപ്പോൾ പ്രതീക്ഷയുടെ അങ്ങേയറ്റം കഴിഞ്ഞിരിക്കുന്നു. ഭദ്ര പേര് വിളിച്ചതും എന്തൊക്കെയോ ചിന്തകളിൽ കലുഷിതമായ മനസ്സോടെ ഇരുന്നവൾ ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റു. ഇതാ ചേച്ചിയുടെ റിസൾട്ട്. അകത്തെ ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ഒന്നും ചോദിക്കാനും പറ്റിയില്ല. വിറയാർന്ന കൈകളോടെ കയ്യിലേക്ക് വെച്ച് തന്ന റിസൾട്ട് തുറന്നു നോക്കാതെ പൈസ കൊടുത്ത് തിരിയുമ്പോൾ ഹൃദയം വല്ലാതെ മിടിച്ചുയർന്നു. തുറക്കാനും തുറക്കാതിരിക്കാനും കഴിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഭദ്ര. അറിയാൻ വന്നത് അത്രയേറെ കൊതിച്ച കാര്യമാണേലും ഭയം അത് തന്നെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നു. ലാബിന് പുറത്തേക്ക് ഇറങ്ങും മുന്നേ ഇത് തുറന്നു നോക്കണം. അവൾ കുറച്ച് ഒതുങ്ങി നിന്ന് പതിയെ കയ്യിലിരിക്കുന്ന കവർ തുറന്നു നോക്കി. മടക്കി വെച്ചിരിക്കുന്ന പേപ്പർ കയ്യിലെടുക്കുമ്പോൾ താനിപ്പോൾ വീണു പോകുമോ എന്ന് പോലും അവൾ ഭയപ്പെട്ടു. കണ്ണൊക്കെ വല്ലാതെ നിറഞ്ഞു വന്നു. സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥ. കണ്ണൊക്കെ നിറച്ച് കയ്യിലിരിക്കുന്ന പേപ്പർ എടുത്ത് നെഞ്ചിലേക്ക് വെച്ചു. അമർത്തി വെച്ച് ചുമരിലേക്ക് ചാരി നിന്നു. ചുറ്റിനും സന്തോഷം നിറഞ്ഞ കണ്ണും മുഖവുമായി നോക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ പേരല്ലാതെ ആരും തന്നെയില്ല തൻ്റെ അടുത്ത്. ഭദ്രയ്ക്ക് ആ നിമിഷം ശിവനെ കാണാൻ തോന്നി. ഇതവനല്ലേ ആദ്യം അറിയേണ്ടത്. അവനോടാണ് ആദ്യം പറയേണ്ടത്. തൻ്റെ ജീവനായൻ്റെ അംശം തൻ്റെ ഉദരത്തിൽ. ഭദ്ര മെല്ലെ കൈയെടുത്ത് വയറിൽ വെച്ച് കണ്ണുകൾ അടച്ചു നിന്നു. വല്ലാത്തൊരു സംതൃപ്തി നിറഞ്ഞ മുഖത്തോടെ കണ്ണുകൾ തുറന്ന് കയ്യിലിരിക്കുന്ന റിസൾട്ട് എടുത്ത് പുറത്തേക്കുള്ള വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായിരുന്നു. അതിനൊക്കെ അപ്പുറം താൻ അവനോട് പറയാൻ പോകുന്നത് അവൻ്റെ എല്ലാ ഭാവങ്ങളെയും മാറ്റിമറിക്കാനുള്ള കാര്യമാണെന്നോർത്തതും ഭദ്ര ഓടി അവനരികിലേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കയ്യിലിരിക്കുന്ന പേപ്പർ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാനും മറന്നില്ലവൾ. അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു നിൽക്കുന്നവൾ കയ്യിൽ വെച്ച് തന്ന പേപ്പർ നിവർത്തി നോക്കിയതും അവൻ്റെ കണ്ണു മിഴിഞ്ഞു. ഭദ്രേ, ഇത്? ഞൊടിയിടയിൽ അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി തനിക്ക് നേരെ നിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം നിറയുന്നത് പോലെ. ഇത്രയും സന്തോഷത്തിൽ ഇതിനു മുന്നേ അവനെ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. ഭദ്ര പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് അവൻ്റെ മുഖത്തെ സന്തോഷം. അവൾക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ ഒരു സന്തോഷം നിറഞ്ഞ മുഖം ഇത് കാണാനല്ലേ ഇത്രയും നേരം താൻ ഒന്നും പറയാതെ ടെൻഷൻ അടിച്ച് ഇവിടെ വന്നത്? ഭദ്രേ, പറ സത്യം. അവളുടെ നാവിൽ നിന്ന് കൂടി അവൻ അറിയണമായിരുന്നു സത്യം. ഈ റിസൾട്ട് ഒരിക്കലും തെറ്റിപ്പോകില്ലെന്നറിയാമെങ്കിലും അവൾ പറയുന്നത് ആയിരുന്നു അവൻ അവസാന വാക്ക്. രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭദ്രേ, പറ പെണ്ണെ, എനിക്കിനിയും ഇങ്ങനെ നിൽക്കാനുള്ള ക്ഷമയില്ല. പറ നീ. ക്ഷമ നശിച്ചവനെ പോലെ അവൻ പറഞ്ഞതും ഭദ്ര തലയാട്ടി. അതേ ശിവേട്ടാ, ശിവേട്ടൻ ഒരച്ഛനും ഞാനൊരു അമ്മയുമാകാൻ പോകുന്നു. നമ്മുടെ ജീവൻ. അവൾ പറയുന്നതിന് കൂടെ അവൻ്റെ കൈയെടുത്ത് തൻ്റെ വയറിന് മുകളിലേക്ക് വെച്ചു. ചുറ്റും ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഭദ്ര അതൊക്കെ നോക്കിയാണ് നിൽക്കുന്നത്. ടോപ്പിന് മുകളിലിരിക്കുന്ന അവൻ്റെ കൈയുടെ വിറയിൽ ഭദ്രയ്ക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. എനിക്ക് അവളെന്തോ പറയാൻ വന്നതും അവൻ അവളുടെ ചുണ്ടിന് മുകളിൽ വിരൽ വെച്ചു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട ഭദ്രയെ, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. താനൊരു അച്ഛനാകാൻ പോകുന്നെന്ന് അറിയിക്കുന്ന പേപ്പർ അവൻ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഭദ്രയും കൂട്ടി കാറിനടുത്തേക്ക് നീങ്ങി. അവർക്ക് പരസ്പരം സംസാരിക്കാൻ ആരുമില്ലാത്ത മറ്റൊരിടം ആവശ്യമായിരുന്നു. അവളെ ശ്രദ്ധയോടെ കാറിലേക്ക് കയറ്റിയിരുത്തുമ്പോൾ ഈ നിമിഷം മുതൽ അവൻ അവളുടെ വെറും ഭർത്താവ് മാത്രമല്ല, അവളുടെ വയറ്റിൽ വളരുന്ന തങ്ങളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ കൂടിയാണെന്നുള്ള കരുതൽ അവനിൽ ഉണർന്നിരുന്നു. തിരികെ അവനും കൂടി കയറിയതും ഭദ്ര അവനെ തന്നെ നോക്കി. അവൾക്ക് അവനോട് എന്തൊക്കെയോ പറയാനുള്ളതുപോലെ സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടി പുറത്തേക്ക് വരുന്ന അവസ്ഥ. എങ്ങനെയാണ് തൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. എങ്ങോട്ടാ പോകേണ്ടത്? ആദ്യം വീട്ടിലേക്ക് പോകാം അല്ലേ? നിന്നോട് മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കണമെങ്കിൽ അവിടെ തന്നെയാണ് നല്ലത്. എനിക്ക് ഉള്ളിലെ തിങ്ങി നിറയുന്ന വികാരത്തെ അടക്കി നിർത്താൻ കഴിയാതെ അവൻ കൈ ചുരുട്ടി. പറ്റുന്നില്ലടി,
അവളുടെ കവളിൽ ചുണ്ടമർത്തി അവിടെ കൈവച്ചുകൊണ്ട് അവൻ ആർദ്രമായി പറഞ്ഞതും ഭദ്ര അവൻ്റെ കയ്യിൽ പിടിച്ചു. ആ കൈയെടുത്ത് വയറിലേക്ക് വെച്ചതും അവൻ്റെ കൈ പതിയെ അവിടെ തലോടി. എന്തോ ഓർമ്മയിൽ അവൻ പെട്ടെന്ന് കൈ വലിച്ചെടുത്തു. വേണ്ട പെണ്ണെ, വീട്ടിൽ ചെല്ലട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. അടക്കി നിർത്താൻ കഴിയാത്ത അത്ര സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് എങ്ങനെ അത് നിന്നോട് പ്രകടിപ്പിക്കണമെന്ന് പോലും അറിയില്ല. അതിന് വീട്ടിൽ തന്നെ ചെല്ലണം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുറിയിൽ വേണം, നമ്മുടെ മാത്രമായ ഇടത്തിൽ. അവൻ പറഞ്ഞതും അവളൊരു ചിരിയോടെ നേരെയിരുന്നു. അച്ഛനും അമ്മയുമൊക്കെ ഒരുപാട് സന്തോഷമാകുമായിരിക്കും അല്ലേ? പിന്നെ ആവാതെ അച്ഛനിടയ്ക്ക് എന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്താ? അവൾ പെട്ടെന്ന് അറിയാനായി ചോദിച്ചു. നമുക്ക് കുഞ്ഞാവുന്നതിനെപ്പറ്റി ചെറിയൊരാഗ്രഹം പോലെ. എന്നിട്ട് ശിവേട്ടൻ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്കങ്ങനെ കേട്ടപ്പോൾ ആകെ ഒരു ചമ്മലൊക്കെ. ഇത്രയും നാളും മസിൽ പിടിച്ച് നടന്നിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് അവരുടെ മുന്നിൽ? ശിവൻ വണ്ടി മുന്നോട്ടെടുത്ത് ചിരിയോടെ പറഞ്ഞതും ഭദ്രി ചിരിച്ചു പോയി. രണ്ടാൾക്കും സംസാരിക്കുമ്പോൾ തന്നെ വല്ലാതെ സന്തോഷമായിരുന്നു. ചില സന്തോഷങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ലെന്ന് പറയും പോലെയായിരുന്നു രണ്ടാളുടെയും അവസ്ഥ. ശിവൻ്റെ കാറ് നേരെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് എല്ലാവരോടും സന്തോഷ വാർത്ത പറഞ്ഞിട്ട് ഇനി എന്തുമുള്ളെന്ന പോലെയായിരുന്നു രണ്ടാൾക്കും. അതുകൊണ്ട് തന്നെ പുറത്ത് എവിടെയും നിർത്താതെ കാറ് മുന്നോട്ട് പോയി. ശിവൻ്റെ കാറ് മുറ്റത്തേക്ക് കയറിയതും ഭദ്ര പുറത്തേക്ക് ആവേശത്തോടെ മിഴികൾ നീട്ടി. ആരെങ്കിലും പുറത്തു നിൽപ്പുണ്ടോ എന്ന് നോക്കിയാണ് അവൾ അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ അവൾ ആദ്യം പോയത് അടുക്കളയിലേക്കാണ്. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് എന്തോ ജോലി ചെയ്യുന്ന കല്യാണിയിൽ പിന്നിലൂടെ ചെന്ന് അരക്കി കെട്ടിപ്പിടിക്കുമ്പോൾ കല്യാണി ഞെട്ടലോടെ ഒരു നിമിഷം നിന്നുപോയി. പിന്നാലെ വന്ന ശിവന് ഈ കാഴ്ച കണ്ടു നിന്നു. കല്യാണിയുടെ കയ്യിൽ നിന്ന് ഇരുന്ന പാത്രം കൂടി താഴെ പോയി. ഇങ്ങനെയൊരു നീക്കം പെട്ടെന്ന് അവർക്കൊരു ഞെട്ടലായിരുന്നു. കല്യാണിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായിരുന്നു. എന്താ കുഞ്ഞേത്? കല്യാണിക്ക് പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്തപ്പോൾ ആകെ എന്തോ പോലെ. എന്താണ് കാര്യമെന്നറിയാതെ അവരങ്ങനെ നിന്നു. സന്തോഷം കൊണ്ടാ ചേച്ചി. ആ സന്തോഷത്തിന് കാരണം ചേച്ചി കൂടിയാ. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ, ഈ ജീവൻ തിരികെ തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാകുമായിരുന്നോ? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദിവസം ഉണ്ടാകുമായിരുന്നോ? അവളുടെ തൊണ്ടയിടറി കേട്ടുനിന്ന ശിവൻ ദേഷ്യവും വിഷമവും കൊണ്ട് മുഷ്ടി ചുരുട്ടി. ഒന്നല്ല 2 തവണയാണ്. എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴും ചിലതൊക്കെ വീണ്ടും തന്നെ ഓർമ്മിപ്പിക്കുന്നു. എത്ര മറന്നാലും ചിലതൊക്കെ മറന്നു കളയാൻ കഴിയില്ലല്ലോ. കുഞ്ഞെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളൊന്നും മിണ്ടിയില്ല. ഇനിയും കാര്യമറിയാതെ ഇങ്ങനെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കല്യാണി പെട്ടെന്ന് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. ഭദ്രയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് കല്യാണി സംശയത്തോടെ അവളെ നോക്കി. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കല്യാണി ആകുലതയോടെ ചോദിച്ചതും ഭദ്രയുടെ മുഖത്തൊരു ചിരി വിടർന്നു. ഒരു വിശേഷമുണ്ട്, ഒരാൾ. അത്രയും പറഞ്ഞപ്പോഴേക്കും കല്യാണിയുടെ കണ്ണുകൾ അവളെ ആകെ മൊത്തമൊന്ന് നോക്കി. കൂടുതൽ ആലോചിക്കാതെ തന്നെ കല്യാണിക്ക് കാര്യം മനസ്സിലായി. കല്യാണി എന്തെങ്കിലും പറയും മുന്നേ ഭദ്ര ചിരിയോടെ പുറത്തേക്ക് പോയിരുന്നു. അവൾ പറഞ്ഞത് കേട്ടുള്ള സന്തോഷത്തിൽ ഒരു നിമിഷം കല്യാണി സന്തോഷം കൊണ്ട് കൈകൂപ്പി. വീട്ടിലെ എല്ലാവരോടും സന്തോഷം പറയുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി. ആഗ്രഹിച്ചൊരു കാര്യം അത് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു വീട് മുഴുവൻ ഒരു ഉത്സവത്തിന് പ്രതീതിയായിരുന്നു. വീട്ടിലെ ചെറിയ ജോലിക്കാർ മുതൽ ബന്ധുക്കൾ വരെ കാര്യങ്ങൾ അറിഞ്ഞതോടെ ഭദ്രയെ കാണാൻ അവരെല്ലാം പൊതിഞ്ഞു. അവളെ അല്ലേലും അവർക്കെല്ലാം വലിയ ഇഷ്ടമാണ്. അവളുടെ സ്നേഹവും കരുതലുമൊക്കെ മറ്റുള്ളവർ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു. ഒരാളോട് പോലും അവൾ മുഖം കറുപ്പിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. മറ്റുള്ളവരുടെ പ്രയാസം മനസ്സിലാക്കി സഹായിക്കാനുള്ള മനസ്സ് കൂടിയുണ്ട്. അതൊക്കെ അവളെ മറ്റുള്ളവർക്ക് പ്രിയങ്കരിയാക്കി മാറ്റി. ഇപ്പോൾ അടുത്ത തലമുറ വരുന്നതോടുകൂടി ആ കാര്യം കേട്ടതോടെ ആ സ്നേഹം പിറക്കാനിരിക്കുന്ന കുഞ്ഞിലേക്ക് കൂടിയായി. ശിവനാണിൽ ആകെ വെരുകിനെ പോലെ പാഞ്ഞു നിൽക്കുവാണ് റൂമിലൂടെ. അവളെ ഒന്നടുത്ത് കിട്ടാനും കാണാനുമൊക്കെയാണ് പുറത്തെങ്ങും ഇറങ്ങാതെ അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്. പറയാനും പ്രകടിപ്പിക്കാനും ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അവളെയും കൂട്ടി ഇവിടേക്ക് വന്നിട്ടാകാമെന്ന് കരുതി അടക്കി നിർത്തിയിട്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ അവളെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ഇടംവലം തിരിയാതെ അച്ഛനും അമ്മയും അവളുടെ കൂടെയുണ്ട്. അതെങ്ങനെയാ നാട്ടുകാരെ മൊത്തം അറിഞ്ഞെന്ന് പറയാമല്ലോ. ഇപ്പോൾ വരും അവളുടെ ആങ്ങളെയെന്ന് പറയുന്നവൻ. അവൻ കൂടി വന്നാൽ പിന്നെ ഇന്നത്തേക്ക് അവളെ കിട്ടില്ല. ദേഷ്യമോ കുശുമ്പോ അങ്ങനെ എന്തൊക്കെയോ ശിവന് തോന്നി. അതിനേക്കാൾ അവളെ അടുത്ത് കിട്ടാത്തതായിരുന്നു അവൻ്റെ വിഷമത്തിന് കാരണം. അർജുൻ കൂടി വരുന്നതോടെ അവളെ കാണാൻ ഇനി രാത്രി പിടിക്കും. അവളിൽ അവൻ സ്വാർത്ഥനായിരുന്നു. പലപ്പോഴും ആ സ്വാർത്ഥത തന്നെയായിരുന്നു അവളോടുള്ള അവൻ്റെ സ്നേഹം മനസ്സിലാക്കി കൊടുത്തത് അവന്.
പ്രത്യേകിച്ച് അർജുൻ അവനോട് കാണിക്കുന്ന അടുപ്പം കണ്ട് ശിവൻ തിരിച്ചറിയുകയായിരുന്നു ഭദ്ര തനിക്ക് ആരാണെന്ന്. ഇടയ്ക്ക് മിന്നായം പോലെ കണ്ടവളെ റൂമിലേക്ക് വരാൻ കണ്ണു കാണിക്കുമ്പോൾ നാണത്തിൽ ചുമന്ന മുഖവുമായി നിൽക്കുന്നവൾ ഇപ്പോൾ വരാമെന്ന് കൈ കാണിക്കുമ്പോൾ അവൻ അവൾക്കായുള്ള കാത്തിരിപ്പായിരുന്നു.